ഡ്രാഗണുകളുടെ നൃത്തം ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2 സീസണുകളിലായി കത്തിക്കൊണ്ടിരുന്ന ടാർഗേറിയൻ ആഭ്യന്തര യുദ്ധം ഇനി പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 3 ജൂൺ 21-ന് HBO-യിൽ സ്ട്രീമിംഗ് തുടങ്ങുന്നു. സീരീസിനെ പറ്റി പറയും മുൻപ് ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് സീരീസുകൾ കണ്ടിട്ടില്ല എന്നുള്ളവർക്ക് പറഞ്ഞു തരാം. ഗെയിം ഓഫ് ത്രോൺസ് സീരീസിന്റെ പ്രീക്വലാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ. ജോർജ് R.R. മാർട്ടിന്റെ ഫയർ ആൻഡ് ബ്ലഡ് എന്ന നോവലിനെ ആസ്പദമാക്കി HBO ആണ് ഈ ഫാൻറ്റസി ഡ്രാമ സീരീസ് നിർമ്മിക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലെ സംഭവ വികാസങ്ങൾക്ക് ഏകദേശം 200 വർഷം മുൻപ് വെസ്റ്റ്റോസിൽ നടന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്ന ടാർഗേറിയൻ രാജവംശത്തിന്റെ സുവർണകാലവും പിന്നീട് അധികാരത്തെ ചൊല്ലി കുടുംബത്തിലുണ്ടാവുന്ന ആഭ്യന്തര യുദ്ധവുമാണ് പരമ്പരയുടെ പ്രധാന പ്രമേയം. 2022-ലാണ് ഇതിന്റെ ആദ്യ സീസൺ പുറത്തിറങ്ങിയത്. 2ാം സീസൺ 2024 ജൂണിൽ സംപ്രേഷണം ചെയ്തു. 3ാം സീസന്റെ പ്രീമിയർ ഇന്ന്, അതായത് ജൂൺ 21-ന് HBO-യിൽ ആരംഭിക്കുന്നു. ഇന്ത്യയിൽ ഈ സീരീസ് സ്ട്രീം ചെയ്യുന്നത് ഹോട്ട്സ്റ്റാറിലായിരിക്കും. 3ാം സീസണിൽ ആദ്യ എപ്പിസോഡ് തന്നെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള, 1 മണിക്കൂറിന് മേൽ ദൈർഘ്യമുള്ള സിനിമ പോലെ നീളുന്ന യുദ്ധമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വെസ്റ്റ്റോസിൽ സമാധാനം എന്ന വാക്ക് തന്നെ ഇല്ലാതാവാൻ പോവുകയാണ്. സീസൺ 2 അവസാനിച്ചത് ഒരുപാട് ചോദ്യങ്ങളോടെ ആയിരുന്നു. അതിനൊക്കെ ഉത്തരങ്ങൾ കിട്ടാൻ പോകുന്നത് തീയും ചോരയും നിറഞ്ഞ യുദ്ധഭൂമിയിൽ നിന്നായിരിക്കും. 2ാം ഭാഗം വന്നപ്പോൾ കഥയുടെ യഥാർത്ഥ ഓണർ ജോർജ് R.R. മാർട്ടിൻ സീരീസിന്റെ മേക്കേഴ്സിനോട് വിയോജിപ്പ് അറിയിച്ചിരുന്നു. താൻ എഴുതിയതുപോലെയൊന്നും അല്ല നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഇത്തവണ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥയെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാവും വരിക എന്നാണ് പ്രതീക്ഷ. തുടക്കത്തിൽ തന്നെ വെസ്റ്റ്റോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സമുദ്രയുദ്ധങ്ങളിൽ ഒന്നായ ബാറ്റിൽ ഓഫ് ദി ഗല്ലറ്റ് ആണ് കാണാൻ പോകുന്നത്. കപ്പൽ യുദ്ധം. കോളിസ് വെലാരിയന്റെ കപ്പൽ പടയും ട്രയാർക്കിയും ഏറ്റുമുട്ടുമ്പോൾ ഡ്രാഗണുകൾ ആകാശത്ത് നിന്ന് തീമഴ പെയ്യിക്കും. കടലും ആകാശവും ഒരുപോലെ കത്തുന്ന യുദ്ധമായിരിക്കും സംഭവിക്കുക. തീമഴ പെയ്യിക്കുമെന്നൊക്കെ അതിശയോക്തിക്ക് പറയുന്നതൊന്നുമല്ല. ഇതിലെ ഫയർ സീനുകൾക്കായിട്ട് 25 ടൺ പ്രൊപ്പെയിൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരൊറ്റ സീനിൽ തന്നെ 23 ആൾക്കാരെ ഒരുമിച്ച് കത്തിച്ചു എന്ന റെക്കോർഡും 3ാം സീസൺ ഇട്ടിട്ടുണ്ട്. 15,000 ബാക്ക്ഡ്രോപ്പ് ഫൈറ്റ് ആർട്ടിസ്റ്റുകളാണ് യുദ്ധം ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പണിയെടുത്തിട്ടുള്ളത്. ഷൂട്ടിംഗ് മാത്രം 314 ദിവസം എടുത്തു എന്നാണ് അണിയറക്കാർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് സീസൺ കണ്ടിട്ടുള്ളവരോടാണ്. ഈ ബാറ്റിൽ ഓഫ് ഗല്ലറ്റ് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. സീസൺ 2-ന്റെ അവസാനത്തിൽ റെയ്നിറയുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചയിൽ അലിസന്റ് നടത്തിയ ആ ധാരണ ഇനി ടീം ബ്ലാക്കിന് വലിയ അവസരമായി മാറാനാണ് സാധ്യത. ഡ്രാഗണുകളുടെ ശക്തിയുമായി റെയ്നിറ ടാർഗേറിയൻ കിങ്സ് ലാൻഡിലേക്കാണ് നീങ്ങുന്നത്. ചരിത്രം പറയുന്നത് പോലെ ഇരുമ്പ് സിംഹാസനത്തിനായുള്ള പോരാട്ടം ഇനി ആഭ്യന്തര നഗരിയുടെ മതിലുകൾക്കുള്ളിലെത്തുകയാണ്. അതേസമയം ഡീമൻ ടാർഗേറിയൻ ഹാരൻ ഹാളിൽ നിന്ന് വലിയൊരു സൈന്യത്തെ സജ്ജമാക്കുകയാണ്. റിവർ ലാൻഡ്സിലെ യുദ്ധം വ്യാപിക്കുമ്പോൾ ഹൈടവർ സേന റീച്ചിലൂടെ മുന്നേറുന്നു. വെസ്റ്റ്റോസ് മുഴുവൻ യുദ്ധഭൂമിയായി മാറാൻ പോകുന്നു. ഇത്തവണ പുതിയ ചില ശക്തികൾ കൂടി, കഥാപാത്രങ്ങൾ കൂടി രംഗത്തിറങ്ങുന്നുണ്ട്. പുസ്തക ആരാധകർ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം, ഇതുവരെ സീരീസിൽ കാണിക്കാത്ത അലിസന്റിന്റെ ഇളയ മകനായ ഡെയ്റൻ ടാർഗേറിയൻ ഒടുവിലെത്തുന്നുണ്ട്. അവനോടൊപ്പം നീല നിറത്തിലുള്ള അതിഭയങ്കരനായ ഡ്രാഗൺ ടെസാരിയനും ഒപ്പം ജെയിംസ് നോർട്ടൺ അവതരിപ്പിക്കുന്ന ഓർമണ്ട് ഹൈടവറും യുദ്ധത്തിലേക്ക് കടന്നുവരും. ഷോ റണ്ണർമാർ തന്നെ ഈ കഥാപാത്രത്തെ ടൈവിൻ ലാനിസ്റ്ററോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തണുപ്പൻ ബുദ്ധിയും ക്രൂര തന്ത്രങ്ങളൊക്കെ ആയിട്ടൊരു പുതിയ ശക്തി. എന്നാൽ സീസൺ 3-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ യുദ്ധങ്ങൾ മാത്രമല്ല, ഓരോ കഥാപാത്രത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സീസൺ കൂടിയായിരിക്കും എന്നുള്ളതാണ്. വെറും കമാൻഡിങ്ങിനപ്പുറം റെയ്നിറ ഇനി നേരിട്ട് കളത്തിലിറങ്ങുന്ന റാണിയാണ്. എമ്മ ഡാസി പറയുന്നത് പോലെ ആദ്യമായി റെയ്നിറ ആയുധം കയ്യിലെടുക്കുന്ന ഒരു സീസൺ കൂടിയായിരിക്കും ഇത്. എമൻ ടാർഗേറിയൻ കൂടുതൽ അപകടകാരിയാകും. എഗൻ രണ്ടാമൻ പരിക്കുകളുമായി തിരികെ വരാൻ ഒരുങ്ങുന്നു. ഡീമൻ പുതിയ ചില പ്ലാനുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പലതും നടക്കാനുണ്ട്. ട്രെയിലർ ടീസറും ഈ എക്സ്പെക്ടേഷൻസും ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് ഇസ് ബാക്ക് വിത്ത് നോ ബ്രേക്സ്. കൂടുതൽ യുദ്ധങ്ങൾ, ഡ്രാഗണുകൾ, മരണങ്ങൾ ഒക്കെ കാണാൻ പറ്റും. 8 എപ്പിസോഡുകളുള്ള ഈ സീസൺ ഓഗസ്റ്റ് വരെ ആഴ്ച തോറും വീക്കിലി ഓരോ എപ്പിസോഡുകളുമായി വന്നുകൊണ്ടിരിക്കും. അതിനും വലിയൊരു വാർത്ത, HBO ഇതിനോടകം തന്നെ 4ാം സീസണും ഒഫീഷ്യൽ ഗ്രീൻ സിഗ്നൽ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി സഹോദരൻ സഹോദരനെ കൊല്ലും, ഡ്രാഗൺ ഡ്രാഗണിനെ വിഴുങ്ങും, രാജ്യങ്ങൾ കത്തി നശിക്കും. ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസ് ഹാസ് ട്രൂലി ബിഗൺ ആൻഡ് വെൻ ഡ്രാഗൺസ് ഡാൻസ് കിങ്ഡം ബേൺസ്. Set your time to watch House of Dragons Season 3.